നമസ്കാരം. ഏകീകൃത കുടിയേറ്റ ബിൽ പ്രാബല്യത്തിലാക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ. രാജ്യത്തിന്റെ ഇമിഗ്രേഷൻ ചട്ടക്കൂട് പരിഷ്കരിക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനുമായാണ് പുതിയ ഇമിഗ്രേഷൻസ് ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025 രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആഗോള സന്ദർശകർക്ക് ഇന്ത്യ കൂടുതൽ ആതിഥ്യമരുളുന്ന കേന്ദ്രമായി മാറുക, ആധുനിക സുരക്ഷാ വെല്ലുവിളികളെ നേരിടുക എന്നീ ഇരട്ട ലക്ഷ്യങ്ങളാണ് ഈ ബിൽ നടപ്പിലാക്കുന്നതിന് പിന്നിലുള്ളത്. ദേശീയ സുരക്ഷയെ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം സാമ്പത്തിക അഭിവൃദ്ധി വളർത്തുകയും ഇന്ത്യയിലെത്തുന്ന നിയമാനുസൃത വിദേശ സന്ദർശകർക്ക് തടസ്സങ്ങളില്ലാതെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ ഉപകരിക്കുകയും ചെയ്യുന്ന നിയമമാണ് ഇതോടെ പ്രാബല്യത്തിൽ വരിക. ഇന്ത്യയിലേക്കുള്ള പ്രവേശനം സംബന്ധിച്ച 1920 പാസ്പോർട്ട് നിയമം, 1939 1946 വിദേശികളുടെ നിയമങ്ങൾ, 2000 ഇമിഗ്രേഷൻ കാരിയേഴ്സ് ലയബിലിറ്റി നിയമം എന്നീ 4 വ്യത്യസ്ത നിയമങ്ങളിൽ നിന്നുള്ള വ്യവസ്ഥകളുടെ സംയോജനമാണ് പുതിയ നിയമനിർമ്മാണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുവരെയും നിലവിലുണ്ടായിരുന്ന നിയമങ്ങൾ ഇമിഗ്രേഷൻ നടപടികൾ ലളിതമാക്കാനും ഏകീകൃതവും യോജിപ്പുള്ളതുമായ ഒരു നിയമചട്ടക്കൂട് മാറ്റിസ്ഥാപിക്കാനും പുതിയ നിയമം വഴിയൊരുക്കും. ഇവയ്ക്കൊപ്പം അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ ശക്തമായ നിലപാടാണ് ഈ ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ രൂപപ്പെടുത്തിയിരിക്കുന്നത്. മതിയായ രേഖകളില്ലാതെ രാജ്യത്ത് തുടരുന്നവർക്ക് കർശന ശിക്ഷയും പിഴയും വ്യവസ്ഥ ചെയ്യുന്ന ബില്ലാണ് ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025. ഈ ബിൽ ലോക്സഭയുടെ അടുത്ത സമ്മേളന കാലത്ത് അവതരിപ്പിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പുതിയ ബിൽ പ്രകാരം പാസ്പോർട്ടോ വിസയോ കൂടാതെ ഇന്ത്യയിൽ പ്രവേശിക്കുന്ന വിദേശികൾക്ക് 5 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. വ്യാജ പാസ്പോർട്ടിന് ശിക്ഷാപരിധി നിലവിലുള്ള 2 വർഷത്തേതിൽ നിന്ന് 7 വർഷമാക്കി ഉയർത്തും. 1 മുതൽ 10 ലക്ഷം രൂപ വരെയായിരിക്കും ഇത്തരത്തിൽ കുറ്റവാളികളായവർക്ക് ലഭിക്കുന്ന പിഴ. നിലവിൽ ഇന്ത്യയിൽ വ്യാജ പാസ്പോർട്ടുമായി പ്രവേശിച്ചാൽ 50,000 രൂപയും 8 വർഷം വരെ തടവുമാണ് ഏറ്റവും ഉയർന്ന ശിക്ഷ. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർവകലാശാലകളിലും പഠിക്കാനെത്തുന്ന വിദേശ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ രജിസ്ട്രേഷൻ ഓഫീസറുമായി പങ്കുവെക്കണമെന്നും പുതിയ ബില്ല് നിഷ്കർഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശികൾക്ക് താമസമൊരുക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും പുതിയ ബിൽ ബാധകമാണ്. വിസ കാലാവധി കഴിഞ്ഞ് തുടരുകയാണെങ്കിലോ വിസ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുകയാണെങ്കിലോ പുതിയ ബിൽ പ്രകാരം 3 വർഷം വരെ തടവും 3 ലക്ഷം രൂപ വരെ പിഴയും ലഭിച്ചേക്കാം. മതിയായ രേഖകളില്ലാതെ വിദേശികളെ വിനോദസഞ്ചാരത്തിന് സഹായിക്കുന്ന വാഹനങ്ങൾക്കും 5 ലക്ഷം രൂപ വരെ പിഴ ലഭിക്കാം. പിഴ അടച്ചില്ലെങ്കിൽ വിദേശി സഞ്ചരിച്ച വാഹനം പിടിച്ചെടുക്കാനുള്ള അധികാരവും പുതിയ ബിൽ നിഷ്കർഷിക്കുന്നുണ്ട്. ഇങ്ങനെ അനധികൃതമായി രാജ്യത്തെത്തുന്നവരെ നിയന്ത്രിക്കാനും ഒപ്പം നിയമാനുസൃതമെത്തുന്ന വിദേശികളുടെ യാത്രാ പ്രക്രിയകൾ സുഗമമാക്കുന്നതിലൂടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനും അതുവഴി ഉയർന്നുവരുന്ന മെഡിക്കൽ ടൂറിസം ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര സാധ്യതകൾ മെച്ചപ്പെടുത്താനും ബിസിനസ് അവസരങ്ങൾ വികസിപ്പിക്കാനും പുതിയ നിയമനിർമ്മാണം വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.